ഹായ് ഹലോ വെൽക്കം ടു എ വെരി ന്യൂ വീഡിയോ ഓഫ് ബയോ ഓഷ്യൻ. ഇന്ന് നമ്മളുടെ 60 ഡേയ്സ് കേരള സെറ്റ് എക്സാം ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ടായിരിക്കുക മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കിൽ സബ് ടോപ്പിക്കാണ്. ആൻഡ് ദാറ്റ് ഇസ് ഗ്ലൈക്കോലൈസിസ്. ഈ മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. ലൈക്ക് ക്രെബ് സൈക്കിൾ, ഗ്ലൂക്കോജനോലൈസിസ്, അതുപോലെ ഗ്ലൂക്കോനിയോജെനസിസ്, ഗ്ലൈക്കോജനോലൈസിസ്, അങ്ങനെ കുറേ ടോപ്പിക്കുകളുണ്ട്. അതിലൊരെണ്ണം അത് ഗ്ലൈക്കോലിസിസ് ആണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിന് എപ്പോഴും ചോദിക്കലുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തുള്ള എല്ലാ കോൺസെപ്റ്റുകളും കൃത്യമായിട്ട് പഠിക്കുക, എല്ലാ റിയാക്ഷൻസും എൻസൈംസും എല്ലാം. അപ്പോൾ ഗ്ലൈക്കോലിസിസ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ. യെസ്, അപ്പം വീഡിയോ എൻഡ് വരെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഗ്ലൈക്കോലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് 2 ഗ്രീക്ക് വേർഡ്സിൽ നിന്നിട്ടാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഗ്ലൈക്കസും ലൈസിസും. ലൈസിസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗ്ലൈക്കസ് എന്ന് വെച്ചാൽ സ്വീറ്റ് എന്നുള്ളൊരു മീനിങ് ആണ്, ലൈക്ക് ഷുഗർ എന്നുള്ളൊരു മീനിങ് ആണ്. ലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ബ്രേക്ക് ഡൗൺ ചെയ്യുക അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. ആൻഡ് ഈ ഒരു ഗ്ലൈക്കോലിസിസിനെ നമ്മൾ എംഡൻ മേയർഹോഫ് പാർനാസ് പാത്വേ അല്ലെങ്കിൽ EMP പാത്വേ എന്നും കൂടെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനെ നമ്മൾ പൈറുവേറ്റോ ലാക്റ്റേറ്റോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് പൈറുവേറ്റ് ആകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് ഇവിടെ ഈ ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആക്കുന്ന പ്രോസസ്സ് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന ഒന്നല്ല, ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഓൾമോസ്റ്റ് 10 സ്റ്റെപ്പുകളുണ്ട് ഇതിൽ. ഈ 10 സ്റ്റെപ്പുകളും ഇൻ ഡീറ്റെയിൽ നമ്മൾ പഠിക്കും. ആൻഡ് ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലായിരിക്കും ഈ എല്ലാ സ്റ്റെപ്സും നടക്കുന്നുണ്ടായിരിക്കുക വിത്തൗട്ട് ദ യൂസ് ഓഫ് ഓക്സിജൻ. ആൻഡ് ഈ 10 സ്റ്റെപ്പിനെയും കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും? എൻസൈംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതും. ആൻഡ് ഇത് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മൾക്ക് എന്തും കൂടെ കിട്ടുന്നുണ്ട്, കുറച്ച് ATP കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എത്ര ATP നമുക്ക് കിട്ടി എന്നൊക്കെയുള്ള കാര്യങ്ങളും നമ്മളിവിടെ പഠിക്കും. ഓക്കെ, അപ്പം അതിൻ്റെ മെയിൻ കാര്യങ്ങളോട്ട് പോകുന്നതിന് മുന്നേ ഒന്ന് മനസ്സിലാക്കാം. ഒരു മോൾ ഓഫ് ഗ്ലൂക്കോസിനെയാണ് നമ്മൾ 2 മോൾസ് ഓഫ് പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക ഇവിടെ. പിടികിട്ടിയോ? കാരണം ഗ്ലൂക്കോസ് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആണെന്ന് നമുക്കറിയാം. പൈറുവേറ്റ് പക്ഷേ ഒരു 3 കാർബൺ കോമ്പൗണ്ട്. അപ്പോൾ ഒരു 6 കാർബൺ കോമ്പൗണ്ടിനെ 2 3 കാർബൺ കോമ്പൗണ്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അത് ഓക്സിഡേഷൻ ത്രൂ കൺവേർട്ട് ചെയ്യുന്നു. അതാണ് ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിനെ മെറ്റബോളൈസ് ചെയ്യുന്നതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു പാത്വേ ആണ് ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്നത്. അപ്പം 6 കാർബൺ ആയിട്ടുള്ള ഗ്ലൂക്കോസ് 2 3 കാർബൺ മോളിക്യൂൾസ് ആയിട്ട് പൈറുവേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് അത് എല്ലാ റിയാക്ഷൻസും നടത്തുന്നത് എൻസൈം ത്രൂ ആണ്. ആൻഡ് ഈ എൻറ്റയർ 10 സ്റ്റെപ്പുകളെ ഉണ്ടല്ലോ നമ്മൾ 2 ഫേസസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കണേ. phase 1 phase 2. phase 1 എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രിപ്പറേറ്ററി ഫേസ്. phase 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ പേ ഓഫ് ഫേസ് ആണ്. അതിൽ നമ്മൾ പ്രിപ്പറേറ്ററി ഫേസ് ആണ് ഏറ്റവും ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രിപ്പറേറ്ററി ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്ലൈക്കോലിസിസിൽ 10 സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ആദ്യത്തെ 5 സ്റ്റെപ്പുകളാണ് ഇവിടെ ഉണ്ടാകുന്നുണ്ടായിരിക്കുക. ഗ്ലൂക്കോസിനെ നമ്മൾ ലൈക്ക് എൻസൈമേറ്റിക്കലി ATP ഉപയോഗിച്ച് ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ബൈഫോസ്ഫേറ്റ് ഉണ്ടാക്കുന്നത് വരെയാണ് പ്രിപ്പറേറ്ററി ഫേസ് വരുന്നത്. ഗ്ലൂക്കോസ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ, എൻസൈം യൂസ് ചെയ്ത് ATPകൾ ഉപയോഗിച്ച് ഫോസ്ഫോറിലേറ്റ് ചെയ്ത് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ആയിട്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുന്നു. ഈ ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ് ആണ് പിന്നീട് സ്പ്ലിറ്റ് ചെയ്ത് ഹാഫായി 2 3 കാർബൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ 2 3 കാർബൺ കണ്ടെയ്നിങ് മോളിക്യൂൾസ് ആണ് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും. ഇതൊന്നും കണ്ട് പേടിക്കണ്ട, റിയാക്ഷൻ പഠിക്കുമ്പോഴത്തേക്കും ക്ലിയർ ആവും കേട്ടോ. അപ്പം ഇതാണ് ഒരു പ്രിപ്പറേറ്ററി ഫേസ് എന്ന് പറയുന്നത്, ആദ്യത്തെ 5 ഫേസുകൾ. അപ്പോൾ നമ്മൾ ഓരോരോ റിയാക്ഷൻസ് നമ്മൾ ഇൻ ഡീറ്റെയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ ആണ്. അപ്പം ഞാനിവിടെ റിയാക്ഷൻ 1 എന്നും അതിൻ്റെ എൻസൈമും ആണ് സൈഡിൽ എഴുതിയേക്കുന്നത്. റിയാക്ഷനും ഇവിടെ ഞാൻ ലൈക്ക് സ്ട്രക്ചർ വൈസ് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ റിയാക്ഷൻ്റെ ലൈക്ക് ഡീറ്റെയിൽസ് നമ്മൾ ഇൻ ഡീറ്റെയിൽ പഠിക്കും കേട്ടോ. ഫസ്റ്റ് റിയാക്ഷനാണ് ഹെക്സോകൈനേസ് അല്ലെങ്കിൽ ഗ്ലൂക്കോകൈനേസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓർക്കേണ്ടത് ഓരോ റിയാക്ഷനിലും യൂസ് ചെയ്യുന്ന എൻസൈം, ഓരോ റിയാക്ഷനിലും എന്ത് കിട്ടുന്നു, എത്ര മോളിക്യൂൾ കിട്ടുന്നു, ആൻഡ് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൊണ്ട് നമ്മൾ ഓർക്കണം. അപ്പോൾ എൻസൈംസ് എല്ലാത്തിൻ്റെ മറക്കാതെ ഓർക്കേണ്ടത് ഒരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ ഹെക്സോകൈനേസ് അല്ലെങ്കിൽ ഗ്ലൂക്കോകൈനേസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു റിയാക്ഷനാണ്. ആൻഡ് ഇവിടെ നമ്മൾ ഗ്ലൂക്കോസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പിടികിട്ടിയോ? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്
ഫസ്റ്റ് റിയാക്ഷൻ. ഇനി അവിടെ നിങ്ങളൊന്ന് നോക്കിക്കേ, നമ്മൾ അവിടെ ആ ആരോമാർഗിൻ്റെ താഴെ ഹെക്സോകൈനേസ് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ATP ADP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതും എഴുതിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവശ്യമാണ്, നമ്മൾ ATPനെ യൂസ് ചെയ്യുന്നുണ്ട്. ആ ATPനെ ADP ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ ATP യൂസേജ് ആണ് നടക്കുന്നുണ്ടായിരിക്കുക. എവിടെയൊക്കെ ATP യൂസ് ചെയ്യുന്നു, ഏതൊക്കെ റിയാക്ഷനിൽ ATP യൂസ് ചെയ്യുന്നു, ഏതൊക്കെ റിയാക്ഷനിൽ ATP ഉണ്ടാകുന്നു എന്നുള്ളത് പഠിക്കണം കേട്ടോ. ഫസ്റ്റ് റിയാക്ഷനിൽ നമ്മൾ എന്താ ചെയ്തത്, ATP യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ആദ്യത്തെ ഇൻട്രാ സെല്ലുലർ റിയാക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവുന്നു. അപ്പോൾ ഇവിടെ ATP ആവശ്യമുണ്ട്. അപ്പം ATP നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഇത് നടത്തുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് റിയാക്ഷൻ നമുക്കിതിൻ്റെ വിളിക്കാൻ പറ്റും. ഏറ്റവും ആദ്യത്തെ റിയാക്ഷനെ ഇത് ഇറിവേഴ്സിബിളാണ്. നമുക്ക് ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ തിരിച്ച് ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ എൻറ്റയർ പാത്വേയിൽ കുറേയിടത്ത് റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻസ് നമ്മൾ കാണും. ഓർക്കുക, ഇതൊരു ഇറിവേഴ്സിബിൾ റിയാക്ഷനാണ്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ റിയാക്ഷൻ തന്നിട്ട് ഇറിവേഴ്സിബിൾ ആണോ റിവേഴ്സിബിൾ ആണോ എന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ ഫോസ്ഫോറിലേഷൻ ആണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ സെല്ലിൻ്റെ അകത്ത് ഗ്ലൂക്കോസിനെ അത് ട്രാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഈ റിയാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്നത് ഐദർ ഹെക്സോകൈനേസ് അല്ലെങ്കിൽ ഗ്ലൂക്കോകൈനേസ് ആണ്. ഹെക്സോകൈനേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു KM വാല്യൂ എന്ന് പറയുന്നത് 0.1 താഴെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫിനിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷേ ഗ്ലൂക്കോകൈനേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ KM വാല്യൂ എന്ന് പറയുന്നത് 10 ആണ് ഏകദേശം വാല്യൂ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അത്ര എഫിനിറ്റി പോരാ. പിടികിട്ടിയോ? ആൻഡ് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം ഹെക്സോകൈനേസ് ആണ്. ചില സ്പെഷ്യൽ സെല്ലുകളിലൊക്കെയാണ് ഈ ഗ്ലൂക്കോകൈനേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം യൂസ് ചെയ്യുന്നതായിരിക്കുക. ലൈക്ക് ലിവറിൻ്റെ ഹെപ്പാറ്റോസൈറ്റ്സ്, പാൻക്രിയാസിൻ്റെ ബീറ്റാ സെൽസ്, അങ്ങനെയുള്ളതിലൊക്കെയാണ് നമ്മൾ ഗ്ലൂക്കോകൈനേസ് യൂസ് ചെയ്യേണ്ടതായിരിക്കുക. പക്ഷേ അതിൻ്റെ KM വാല്യൂ കൂടുതലായതുകൊണ്ട് അതിന് എഫിനിറ്റി കുറവാണ്. ഈ ഗ്ലൂക്കോകൈനേസിന് എഫിനിറ്റി കുറവാണ് എന്നുള്ളത് ഓർക്കുക. പിടികിട്ടിയോ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് റിയാക്ഷൻ. ഇനി നമ്മൾ സെക്കൻഡ് റിയാക്ഷനിലോട്ട് പോവുകയാണ്. അത് മീഡിയേറ്റ് ചെയ്ത എൻസൈമാണ് ഫോസ്ഫോ ഗ്ലൂക്കോ ഐസോമറേസ്. ഫോസ്ഫോ ഗ്ലൂക്കോ ഐസോമറേസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫോസ്ഫോ ഗ്ലൂക്കോസ് ഐസോമറേസ് എന്നും പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ ഒരു എൻസൈം ഉപയോഗിച്ച് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് റിയാക്ഷനിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളവനാണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. അതിനെ നമ്മൾ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ആദ്യത്തെ റിയാക്ഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോസ്ഫോ ഗ്ലൂക്കോസ് ഐസോമറേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം നമ്മൾ എന്ത് ചെയ്യേണ്ടായിരിക്കുക, യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ റിയാക്ഷൻ പക്ഷെ റിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു റിയാക്ഷനാണ്. നിങ്ങൾ ഈ കണ്ട റിയാക്ഷൻ ഉണ്ടല്ലോ, അതൊരു റിവേഴ്സിബിൾ റിയാക്ഷനാണ് എന്നുള്ളത് ഓർക്കുക കേട്ടോ. അതൊരു റിവേഴ്സിബിൾ റിയാക്ഷനാണത് മാത്രമല്ല, ഈ ഒരു റിയാക്ഷൻ നമ്മൾക്കുണ്ടല്ലോ ഗ്ലൈക്കോലിസിസിലും കാണാം, ഗ്ലൂക്കോനിയോജെനസിസിലും കാണാൻ പറ്റും. ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിന് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോസസ്സ്. ഇതിപ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് യൂസ് ചെയ്ത് പൈറുവേറ്റിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സ് അല്ലേ. ഇവിടെ നമ്മൾ ഗ്ലൂക്കോനിയോജെനസിസിൽ നമ്മൾ പുതിയ ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ ഉണ്ടാക്കും. ഓക്കെ, ആൻഡ് ഇവിടെ നടക്കുന്നത് ഒരു ആൽഡോസ് ഒരു കീറ്റോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഫോസ്ഫോ ഗ്ലൂക്കോസ് ഐസോമറേസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് രണ്ടാമത്തെ റിയാക്ഷനിൽ കൺവേർട്ട് ചെയ്തു. ഇനി മൂന്നാമത്തെ റിയാക്ഷൻ നമ്മൾ നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈമാണ് 6 ഫോസ്ഫോ ഫ്രക്ടോ 1 കൈനേസ്, PFK1 എന്ന് പറയാം നമുക്കതിനെ, അല്ലെങ്കിൽ ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് 1 എന്ന് പറയാം. നിങ്ങൾക്ക് അത്രയും ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് എന്നെങ്കിലും മാത്രം ഓർത്ത് വയ്ക്കുക. പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ 6 ഫോസ്ഫോ ഫ്രക്ടോ 1 കൈനേസ് എന്നാണ് തന്നേക്കണമെങ്കിൽ അങ്ങനെ മാറിപ്പോവരുത്. അതല്ല എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് എത്തരുത്. ഓൾവേസ് റിമെമ്പർ എല്ലാ നെയിംസും. നമ്മൾ ആൾട്ടർനേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ പേരുകൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ എല്ലാ പേരുകളും ഓർത്ത് വയ്ക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ, സാധിക്കുമെങ്കിൽ കേട്ടോ. യെസ്, അപ്പോൾ ഈ ഒരു എൻസൈം മീഡിയേറ്റഡ് ആയിട്ടുള്ള റിയാക്ഷൻ, PFK മീഡിയേറ്റഡ് ആയിട്ടുള്ള റിയാക്ഷനാണിത്. നമ്മൾ സെക്കൻഡ് റിയാക്ഷനിൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണിത്. ആൻഡ് നിങ്ങൾ ഇവിടെ നോക്കിയാൽ അഗെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റും റിയാക്ഷൻ ആരോവിൻ്റെ മുകളിൽ എന്ത് കാണാം, ATP യൂസ് ചെയ്ത് ADP ഉണ്ടാക്കിയേക്കുന്നത് കാണാൻ പറ്റും. സോ ഈ ഒരു റിയാക്ഷനിൽ ഫസ്റ്റത്തെ റിയാക്ഷനിലും കണ്ടു, തേർഡ് റിയാക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ATPനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് വേണം ഓർക്കാൻ. നിങ്ങളോട് ചോദിക്കും കേട്ടോ ഏതൊക്കെ റിയാക്ഷൻസിലാണ് ATP യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഗ്ലൈക്കോലിസിസിൻ്റെ ഒരു റേറ്റ് എത്രത്തോളം ആണെന്നുള്ളത് ലിമിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിയാക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് ഒരു ഇറിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഇപ്പോൾ കണ്ട തേർഡ് റിയാക്ഷൻ ഇറിവേഴ്സിബിൾ ആണ്. തൊട്ട് മുന്നത്തത് റിവേഴ്സിബിൾ ആയിരുന്നു അല്ലേ. യെസ്, അപ്പോൾ ഇതൊരു ഇറിവേഴ്സിബിൾ റിയാക്ഷനാണ്.
ആൻഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ PFK എന്ന് പറഞ്ഞിട്ടുള്ളൊരു എൻസൈം ഉണ്ടല്ലോ, അതൊരു അലോസ്റ്ററിക് എൻസൈമാണ്. ആൻഡ് ഈ പാത്വേനെ തന്നെ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആ എൻസൈമിനുണ്ട്. അതുകൊണ്ടാണ് മേജർ റെഗുലേറ്ററി എൻസൈം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരുന്നു. പിടികിട്ടിയോ? ആൻഡ് ഇവിടെ നമ്മൾ രണ്ടാമത്തെ ATP മോളിക്യൂളിനെ ഈ പ്രോസസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ രണ്ടാമത്തെ ATP മോളിക്യൂളിനെ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിടികിട്ടിയോ? അപ്പോൾ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റിനെ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മളിപ്പോൾ റിയാക്ഷൻ 3 കണ്ടിട്ടുണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ റിയാക്ഷൻ 4 പോവാണ് കേട്ടോ. റിയാക്ഷൻ 4 നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈമാണ് ആൽഡോലേസ് എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ 5 റിയാക്ഷൻസ് ആണ് പ്രിപ്പറേറ്ററി ഫേസിൽ വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഗ്ലൂക്കോസിനെ നമ്മൾ ഫ്രക്ടോസ് 1,6 ബേസ് ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഹാഫായി 2 3 കാർബൺ കോമ്പൗണ്ടുകൾ ഉണ്ടാക്കും. അതായിരുന്നു ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും ഗ്ലിസറാൽഡിഹൈഡ് ഫോസ്ഫേറ്റും ഞാൻ പ്രിപ്പറേറ്ററി ഫേസ് പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോയിട്ടുണ്ടായി. അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. 4ാമത്തെ സ്റ്റെപ്പിൽ ആൽഡോലേസ് എന്ന് പറഞ്ഞ എൻസൈം ഉപയോഗിച്ച് ഈ ഫ്രക്ടോസ് 1,6 ബേസ് ഫോസ്ഫേറ്റിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? 3 കാർബണുകൾ വീതമുള്ള, നിങ്ങൾ ആ സ്ട്രക്ചറിൽ നോക്കിക്കോ, 3 കാർബണേ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുള്ളൂ അല്ലേ? ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റിൽ എത്ര കാർബൺ ഉണ്ടായിരുന്നു? 6 കാർബൺ ഉണ്ടായിരുന്നു. 6 കാർബൺ ഉണ്ടായിരുന്ന ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റിനെ 3 കാർബൺ ഉള്ള 2 മോളിക്യൂൾസ് ആയിട്ട് നമ്മൾ ആൽഡോലേസിന്റെ സഹായത്തോട് കൂടിയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. ഏതൊക്കെയാണ് 2 3 കാർബൺ ഉള്ള കോമ്പൗണ്ട്സ്? ഫസ്റ്റ് കാർബൺ കോമ്പൗണ്ടിന്റെ പേരാണ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്, DHAP എന്ന് വിളിക്കും. രണ്ടാമത്തെ 3 കാർബൺ കോമ്പൗണ്ടാണ് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്, G3P എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഓക്കെ, 3GP എന്ന് പറയാം, G3P എന്ന് പറയാം കേട്ടോ. യെസ്. ഇനി എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ നോക്കാം. അപ്പോൾ ആൽഡോലേസ് യൂസ് ചെയ്ത് നടത്തുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾക്ക് കിട്ടുന്നതുണ്ടല്ലോ 2 ഫോസ്ഫോറിലേറ്റഡ് ആയിട്ടുള്ള ട്രയോസസ് ആണ്, ട്രൈ കാർബൺ കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് ഉണ്ടായത്. 3 കാർബൺ തന്നെ 2. പക്ഷേ എന്താ സംഭവിച്ചത്? ഒരെണ്ണം ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ് ആയിരുന്നു, ഒരെണ്ണം ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൈക്കോളിസിസിൽ നമ്മൾ ഈ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. മറ്റവനുണ്ടല്ലോ ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റ്, അവൻ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ചെയ്യാൻ പറ്റാത്ത സാധനത്തിനെ കളയണം അല്ലേ? കളയാൻ പറ്റത്തില്ല, ഇവിടെ ഒരു 3 കാർബൺ കോമ്പൗണ്ടിനെ കളയാൻ പറ്റില്ല. സോ വാട്ട് വി ആർ ഡൂയിങ് ഈസ് ഈ ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആക്കാൻ വേണ്ടി പോവാണ്. ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഉണ്ട്, രണ്ടാമതൊരെണ്ണം കൂടെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. പിടികിട്ടിയോ? അത് ഈ സ്റ്റെപ്പിലല്ല, അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ സ്റ്റെപ്പിൽ നമ്മൾ ആൽഡോലേസ് യൂസ് ചെയ്ത് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റിനെ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റും ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇനി ഈ ഡൈഹൈഡ്രോക്സി അസിറ്റോണിനെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതാണ് എന്ത്? 5ാമത്തെ റിയാക്ഷൻ. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, 4ാമത്തെ റിയാക്ഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റും ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. ആൻഡ് അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈമാണ് ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറേസ്. എൻസൈമിൻ്റെ പേരെന്താണ്? ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറേസ്. അപ്പം ഇതിൽ നമ്മൾ ഈ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റിനെ മാത്രം വേഗത്തിൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഏത് എൻസൈമിൻ്റെ ഹെൽപ്പോടെ? ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറേസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട്. ഈ DHAP ഉണ്ടല്ലോ, ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്, അതിന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് കുറച്ച് റീഅറേഞ്ച്മെൻറ്റുകൾ ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ആ ഫോസ്ഫേറ്റിൻ്റെ പൊസിഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും അല്ലേ, കുറച്ചൊക്കെ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ അതിനെ റീഅറേഞ്ച് ചെയ്ത് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2 ഗ്ലിസറാൽഡിഹൈഡ് ഫോസ്ഫേറ്റുകൾ നമ്മൾക്ക് ഈ ഒരു റിയാക്ഷൻ 5ാമത്തെ റിയാക്ഷൻ കഴിയുമ്പോൾ കിട്ടും. പിടികിട്ടിയോ? അപ്പോൾ സിംപ്ലി സ്പീക്കിംഗ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 3 കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ട്. ഏതാണ് 3 കാർബൺ കോമ്പൗണ്ട്? ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. അപ്പോൾ ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം മീഡിയേറ്റ് ചെയ്യുന്ന റിയാക്ഷനിൽ നമ്മൾക്ക് ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ട് നടത്താനായിട്ട് പറ്റും. പിടികിട്ടിയോ? അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ആദ്യം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? 5ാമത്തെ സ്റ്റെപ്പ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും 2 ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് മോളിക്യൂൾസിനെ കിട്ടി. ഇടയ്ക്കുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അപ്പം പ്രിപ്പറേറ്ററി ഫേസ് ഇവിടെ വരെയാണല്ലോ. പ്രിപ്പറേറ്ററി ഫേസിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എന്താ കിട്ടിയത്? 2 ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റുകൾ നമുക്ക് കിട്ടി അല്ലേ? ആൻഡ് ആരാ ഇതിനൊക്കെ ഉണ്ടാക്കിയത്? ആദ്യം നമ്മൾ യൂസ് ചെയ്ത ഗ്ലൂക്കോസാണ്. പിടികിട്ടിയോ? ഇത്രയും വരെയാണ് നമ്മളുടെ പ്രിപ്പറേറ്ററി ഫേസ് വരുന്നത്. പ്രിപ്പറേറ്ററി ഫേസ് എല്ലാവർക്കും അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഫേസിലോട്ട് പോകണം, ദാറ്റ് ഈസ് പേ ഓഫ് ഫേസ്. ആദ്യത്തെ 5 റിയാക്ഷൻസ് കഴിഞ്ഞു, ഇനിയും 5 റിയാക്ഷൻസ് ഉണ്ട്.
റെസ്റ്റ് ഓഫ് ദ റിയാക്ഷൻസ് ആണ് പേ ഓഫ് ഫേസിൽ വരുന്നുണ്ടായിരിക്കാം. ആൻഡ് ഇവിടെ ഈ ഫേസിനകത്തുണ്ടല്ലോ നമ്മൾ ഇത്രയും നേരം നമ്മൾ എ ടി പിനെ റിലീസ് ചെയ്യുന്നത് കണ്ടില്ല. ഇടയ്ക്കുള്ള 2 റിയാക്ഷനുകളിൽ നമ്മൾ എ ടി പിനെ യൂസ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. 2 റിയാക്ഷനിൽ കണ്ടു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഏതൊക്കെ റിയാക്ഷനുകളിലാണ് നമ്മളിത് കണ്ടിട്ടുണ്ടായിരുന്നെന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ വേഗം കമൻറ്റ് ബോക്സിൽ പറയണം. ഒരെണ്ണം ഞാൻ പറയാം. റിയാക്ഷൻ 1 അത് വളരെ എളുപ്പമാണല്ലോ. അപ്പോൾ ഫസ്റ്റ് റിയാക്ഷനിൽ നമ്മൾ എ ടി പി യൂസ് ചെയ്യുന്നത് കണ്ടു. ഒരു റിയാക്ഷനിലും കൂടെ നമ്മൾ എ ടി പി യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടത് എവിടെയാണെന്നുള്ളത് വേഗം പറയാം. ഓക്കെ, ഇനി പേ ഓഫ് ഫേസിലോട്ട് തിരിച്ചു വരുന്നു. പേ ഓഫ് ഫേസിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എ ടി പി റിലീസ് കൂടെ ചെയ്യുന്നുണ്ട് ഈ ഫേസിൽ. പിടികിട്ടിയോ? ആൻഡ് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ 2 മോളിക്യൂൾസ് ഓഫ് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഇരിപ്പുണ്ട് അല്ലേ? അതിനെ നമ്മളിപ്പോൾ എന്താക്കി മാറ്റും? 2 മോളിക്യൂൾസ് ഓഫ് പൈറുവേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ പേ ഓഫ് ഫേസ്. ആൻഡ് ഇവിടെ 4 മോൾസ് ഓഫ് എ ഡി പിനെ നമ്മൾ എ ടി പി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. 4 മോൾസ് എ ടി പി ഉണ്ടായാലും നമ്മൾക്ക് ആകെ 2 എ ടി പി കിട്ടുള്ളൂ. കാരണം നമ്മൾ ഫേസ് 1 പ്രിപ്പറേറ്ററി ഫേസിൽ ഓൾറെഡി 2 എ ടി പിനെ യൂസ് ചെയ്തല്ലോ. അതുകൊണ്ട് ഇതിപ്പോൾ ഈ ലാസ്റ്റ് പോയിന്റ് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കണ്ട. ഞാൻ ഓൾറെഡി എ ടി പിൻ്റെ സിന്തസിസും റിസൾട്ടൊക്കെ ലാസ്റ്റിൽ എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരം നോക്കിയാലും മതി. അപ്പോൾ എനിവേ ഇതിനകത്ത് നമ്മൾക്ക് ലൈക്ക് എ ടി പി കിട്ടുന്നുണ്ട്, ഈ ഒരു ഫേസിനകത്ത് എ ടി പി കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നമുക്ക് മെല്ലെ 6th റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്താലോ. 6th റിയാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്ന എൻസൈമാണ് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ്. ഒന്ന് പറയാട്ടോ, ഒപ്പം പറഞ്ഞു പോവാട്ടോ. ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമാണ്. ഇനി അങ്ങോട്ടുണ്ടാകുന്നതെല്ലാം 2 മോളിക്യൂളുകൾ വീതം ഉണ്ടായിരിക്കും. ഓർക്കണം, കാരണം നമ്മുടെ കയ്യിൽ 2 മോളിക്യൂൾസ് ഓഫ് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുണ്ടാകുന്നവരെല്ലാവരും 2 മോളിക്യൂൾസ് വീതമാണ്. അതുകൊണ്ടാണ് അവിടെ 2 എന്ന് കൊടുത്തേക്കുന്നത്. ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് 2 ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എത്ര മോൾസ്? 2 മോൾസ്. അതുകൊണ്ടാണ് 2 എന്ന് കൊടുത്തേക്കണേ. അപ്പോൾ ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റിനെ നമ്മൾ 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനെ യൂസ് ചെയ്യുന്ന എൻസൈമാണ് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഇവിടെ നമ്മൾ NADP+ ഇനോർഗാനിക് ഫോസ്ഫേറ്റ്, PI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനോർഗാനിക് ഫോസ്ഫേറ്റും കൂടെ ചേർന്ന് NADHും H+ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. 2 NADH ആണ് ഇതിന് ഉണ്ടാവുക. കാരണം നമ്മൾ 2 NAD+ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 2 NADH ഉണ്ടാവും. അപ്പം എത്ര NADH ഇപ്പോൾ നമുക്കിവിടെ കിട്ടി? നമ്മൾക്ക് 2 NADH കിട്ടി. ഏത് റിയാക്ഷനിൽ കിട്ടി? 6ാമത്തെ റിയാക്ഷനിൽ കിട്ടി. ഓർക്കണം കേട്ടോ. യെസ്, ഇത് മറക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നു, അയ്യോ എനിക്ക് തല വേദനിക്കുന്നത്, ഞാൻ എങ്ങനെ പഠിച്ചെടുക്കാൻ? പക്ഷെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാനൊക്കെ PG പഠിക്കുന്ന സമയത്ത് റിയാക്ഷൻസൊക്കെ എൻ്റെ റൂമിൻ്റെ ടേബിളിൽ ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ചുമ്മാ ഫോൺ നോക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ കണ്ണ് കുറേ സാധനങ്ങളെ കാണുന്നില്ലേ ഇല്ലേ? നമ്മളിപ്പോൾ ഒരു ടേബിളിലോട്ട് നോക്കുമ്പോൾ ടേബിളിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന കുറേ സാധനങ്ങൾ കാണും. അപ്പം കാണുന്നതിൽ കൂടെ നമ്മുടെ കണ്ണ് ലൈക്ക് ഈ വാക്കുകൾ എന്തൊക്കെയാണെന്ന് അറിയാതെയാണെങ്കിൽ റീഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമ്മളുടെ തലയിലോട്ട് അങ്ങനെ കയറിപ്പോയിക്കോളും. അപ്പോൾ അതുകൊണ്ട് പറ്റുമെങ്കിൽ അങ്ങനെ ഒരു റിയാക്ഷൻ ഇങ്ങനെ ഫുള്ളായിട്ട് എഴുതി വെച്ചിട്ടൊക്കെ പഠിക്കുക. ഞാനിപ്പോൾ ഫുൾ റിയാക്ഷൻ വെച്ചിട്ടില്ല ഇതിൽ, കാരണം സ്പ്ലിറ്റ് ചെയ്ത് ഓരോ റിയാക്ഷൻസ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കണമല്ലോ. അപ്പോൾ എൻ്റയർ റിയാക്ഷൻ വെച്ചിട്ടില്ല. വെച്ചാലും ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് അത്ര അടിപൊളിയായിട്ട് കാണാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് റിയാക്ഷൻസ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളിതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് എഴുതി വയ്ക്കുക. നിങ്ങൾ ഈ ലൈക്ക് ഫോർമുല എഴുതണ്ട, ജസ്റ്റ് പേരുകൾ മാത്രം എഴുതിയിട്ട് ആരോ മാർക്കിട്ട് എൻസൈം ഉണ്ടെങ്കിൽ എൻസൈം, NADH ഉണ്ടെങ്കിൽ NADH, ATP ഉണ്ടെങ്കിൽ ATP, അതൊക്കെ മാർക്ക് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ 2 മോൾസ് ഓഫ് NADH നമുക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക കേട്ടോ. യെസ്, ഇനി അത്രയേ ഉള്ളൂ റിയാക്ഷൻ 5ാമത്തെ. അവിടെ പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ ഒന്നും സ്പെഷ്യലായിട്ട് പറയാനില്ല. ഇനി 6ാമത്തെ റിയാക്ഷൻ ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം ഉപയോഗിച്ചിട്ടുള്ള റിയാക്ഷൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എൻസൈം ഉണ്ടല്ലോ, അത് ആദ്യത്തെ കാർബണിനെ ഓക്സിഡൈസ് ചെയ്യും. എവിടുത്തെ ആദ്യത്തെ കാർബണാണ്? നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ഈ ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോമ്പൗണ്ടിലെ ഫസ്റ്റ് കാർബണിനെ അത് എന്ത് ചെയ്യും? നമ്പർ 1 കാർബണിനെ എഴുതിയേക്കുന്നത്. ദാറ്റ് മീൻസ് ഫസ്റ്റ് കാർബണിനെ ഓക്സിഡൈസ് ചെയ്യും. അപ്പം ഇതൊരു ആൽഡിഹൈഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെ ഫസ്റ്റ് കാർബണിനെ ഓക്സിഡൈസ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾക്കൊരു ആസിഡ് എൻഹൈഡ്രൈഡ് കിട്ടും. അതിനെയാണ് 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചത്.
നിങ്ങൾ ഈ മുന്നത്തെ റിയാക്ഷനിൽ അതല്ലേ കണ്ടേ? നമ്മുടെ കയ്യിൽ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ സിമ്പിളായിട്ട് ഇവിടെ നോക്കൂ, എത്ര ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ? ഈ ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റിൽ ഒരെണ്ണമേ ഉള്ളൂ. ഇനി അത് 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറൈഡ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര ഫോസ്ഫേറ്റുകൾ കാണാം? ആ റൗണ്ടിൽ ഇട്ടേക്കുന്നത് ദാറ്റ് ഈസ് ഫോസ്ഫേറ്റ് കേട്ടോ. എത്ര ഫോസ്ഫേറ്റുകൾ കാണാം? 2 കാണാം അല്ലേ? അപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരെണ്ണം കൂടെ വന്നില്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഗ്ലിസറാൽഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഒരു ആൽഡിഹൈഡ് ആയിരുന്നു. അതിൽ ആദ്യത്തെ കാർബണിനെ നമ്മൾ എന്ത് ചെയ്തു? ഓക്സിഡൈസ് ചെയ്തു. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ്. ബിസ്ഫോസ്ഫോ ദാറ്റ് മീൻസ് 2 ഫോസ്ഫേറ്റുകൾ. പിടികിട്ടിയോ? ആൻഡ് ഈ ഒരു കോമ്പൗണ്ട് ഒരു ആസിഡ് ആൻഹൈഡ്രൈഡ് ആണ്. ആസിഡ് ആൻഹൈഡ്രൈഡിൽ നമ്മൾക്ക് ഹൈ എനർജി ബോണ്ടുകളൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമ്മളുടെ ഇതേ കോമ്പൗണ്ടിൽ ഈ ആസിഡ് ആൻഹൈഡ്രൈഡ് ആയിട്ടുള്ള 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറൈറ്റിൽ മറ്റൊരു ഫോസ്ഫേറ്റും കൂടെ ഇല്ലേ? 3ാമത്തെ കാർബണിൻ്റെ അടുത്തായിട്ടാണ് മറ്റൊരു ഫോസ്ഫേറ്റും കൂടെ കാണാൻ പറ്റുക. അതൊരു ഹൈ എനർജി ബോണ്ടിലല്ല ഇരിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ഇവിടെ 3ാമത്തെ കാർബൺ നിങ്ങൾ നോക്കൂ. 3ാമത്തെ കാർബണിൻ്റെ അടുത്തായിട്ട് അഗെയിൻ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ആദ്യത്തെ കാർബണിൻ്റെ അടുത്തിരുന്ന വെച്ചാൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചത്. ഇനി 3ാമത്തെ കാർബണിൻ്റെ അടുത്തും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആക്ച്വലി അത്ര അധികം ഹൈ എനർജി ബോണ്ടുകൾ ഉള്ളതല്ല എന്നുള്ളത് ഓർക്കുക. ആൻഡ് ഇവിടെ നമ്മൾ NADP+ ഇവിടെ ഓക്സിഡേഷൻ റിയാക്ഷനിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. അപ്പം ഇതാണ് 6th റിയാക്ഷനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. റിയാക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ 7ാമത്തെ റിയാക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ എക്സ്ട്രാ നിങ്ങൾക്ക് അറിഞ്ഞു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല എന്നാലും കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ നമ്മൾ യൂസ് ചെയ്യുന്ന NADP+ എമൗണ്ടിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞ NADP+ ആഡ് ചെയ്ത് കൊടുത്തില്ല, അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു, അങ്ങനെ എന്തെങ്കിലും ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലൈക്കോലിസിസ് പ്രോപ്പറായിട്ട് നടക്കാതെ വരും. അപ്പോൾ ഗ്ലൈക്കോലിസിസ് നടക്കാതെ അത് സ്റ്റോപ്പായി പോകാനൊക്കെയുള്ളൊരു ചാൻസ് ഉണ്ട്. പിടികിട്ടിയോ? അപ്പോൾ NAD+ നമ്മൾ കൊടുക്കുന്നത് കുറഞ്ഞു പോയി. ലിമിറ്റഡ് എമൗണ്ടിൽ കൊടുക്കണം, പക്ഷെ ഇത് കുറഞ്ഞു പോയെന്ന് വിചാരിക്കാം. നമ്മളിത് കൊടുത്തില്ല വീണ്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? NADP+ ഇല്ലാതെ ഈ റിയാക്ഷൻ മുന്നോട്ട് പോയില്ല. അങ്ങനെ ഗ്ലൈക്കോളിസിസ് സ്റ്റോപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് മാത്രമല്ല, നമ്മളിവിടെ കണ്ട എൻസൈം അതിനകത്തൊരു എസെൻഷ്യൽ തൈറോൾ ഉണ്ട്. ദാറ്റ് മീൻസ് സിസ്റ്റീൻ ഗ്രൂപ്പ് ഉണ്ട്, SH ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ എൻസൈമുകൾക്ക് ആക്റ്റീവ് സൈറ്റ് ഉണ്ടെന്ന് അറിയോ? അപ്പോൾ ആ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ നമ്മൾക്ക് എന്തുണ്ട്? ഒരു സിസ്റ്റീൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു SH ഗ്രൂപ്പ് കാണാനായിട്ട് പറ്റും. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇനി മിസ് പറയാൻ പോകുന്നത്. ഈ റിയാക്ഷന് ഒരു ഇൻഹിബിറ്റർ ഉണ്ട്. അതാണ് അയഡോ അസറ്റിക് ആസിഡ്, ICH2COOH. അയഡോ അസറ്റിക് ആസിഡ് ഈ റിയാക്ഷൻ്റെ ഒരു ഇൻഹിബിറ്ററാണ്. ഇവ വന്നു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ നടക്കത്തില്ല. പിടികിട്ടിയോ? നമ്മൾ എൻസൈം പറഞ്ഞില്ലേ, അതിനൊരു ആക്റ്റീവ് സൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൊരു SH ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ആ SH ഗ്രൂപ്പ് ഈ ഇൻഹിബിറ്ററുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇൻഹിബിറ്റ് ചെയ്ത് കളയും. എൻസൈമിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്ത് കളയും? ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ഈ അയഡോ അസറ്റിക് ആസിഡ് എപ്പോഴെങ്കിലും നമ്മളുടെ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിലുള്ള SH ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്താൽ അപ്പം തന്നെ എൻസൈം ഓഫായിപ്പോയി, ഇൻഹിബിറ്റ് ചെയ്തു. അപ്പോൾ റിയാക്ഷൻ നടക്കില്ല. പിടികിട്ടിയോ? ഈ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ ഓർത്ത് വെക്കുക. പ്രത്യേകിച്ച് ഈ അയഡോ അസറ്റിക് ആസിഡിൻ്റെ ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. 6th റിയാക്ഷനെ ഒരു ഇൻഹിബിറ്റർ ഉണ്ട്, അയാളാണ് അയഡോ അസറ്റിക് ആസിഡ് കേട്ടോ. ICH2COH അതും കൂടെ ഓർക്കുക കേട്ടോ. യെസ്. ഇനിയിപ്പോൾ നമുക്ക് മെല്ലെ നെക്സ്റ്റ് റിയാക്ഷനിലോട്ട് പോകാം. 7th സ്റ്റെപ്പ് അത് മീഡിയേറ്റ് ചെയ്യുന്നത് ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 മോളിക്യൂൾസ് ഓഫ് 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കുക, എന്താ സംഭവിക്കുന്നത്? ADP യൂസ് ചെയ്ത് നമ്മൾ ATP ഉണ്ടാക്കുന്നു. ഫസ്റ്റ് ATP പ്രൊഡക്ഷൻ നടക്കുന്നത് ഈ ഒരു സ്റ്റെപ്പിലാണ്. എത്ര ATP ഉണ്ടാവും? 2 ATP ഉണ്ടാവും. എത്ര ADP യൂസ് ചെയ്യുന്നുണ്ട്? 2 ADP യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് 2 മോളിക്യൂൾസിൽ നടക്കുന്ന റിയാക്ഷനാണ്. 2 എന്ന് കൊടുത്തേക്കുന്നുണ്ടോ? അപ്പോൾ 1,3 ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റിനെ ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? 3 ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് 2 ATP കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. യെസ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടതാണ് കേട്ടോ, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു ഇത്. ATP എനർജി മോളിക്യൂൾ അല്ലേ. അപ്പോൾ അങ്ങനെ എനർജി പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു ഇത്. ആൻഡ് ഇതിനെ നമ്മളുണ്ടല്ലോ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്നും കൂടെ പറഞ്ഞ് വിളിക്കാറുണ്ട്. പിടികിട്ടിയോ? യെസ്. ഓക്കെ. ആൻഡ് നമ്മൾ നേരത്തെ നമ്മുടെ പ്രിപ്പറേറ്ററി ഫേസിൽ നമ്മൾ കണ്ടായിരുന്നു, നമ്മൾ ATPനെ യൂസ് ചെയ്യുന്നു അവിടെ. ആ യൂസ് ചെയ്ത ATP ഇപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ? നെറ്റ് ഗെയിൻ ആയിട്ട് നമുക്ക് കിട്ടി. പിടികിട്ടിയോ? യെസ്.
അങ്ങനെ. അപ്പോൾ ഈ രണ്ട് ലൈക്ക് ഫോസ്ഫോഗ്ലിസറേറ്റ് മോളിക്യൂൾസ് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഒപ്പത്തിൽ കൂടെ കുറച്ച് എനർജിയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഏഴാമത്തെ റിയാക്ഷൻ ക്ലിയർ അല്ലേ? ഇനി റിയാക്ഷൻ 8. എട്ടാമത്തെ റിയാക്ഷൻ നടത്തുന്നത് ഫോസ്ഫോഗ്ലിസറേറ്റ് മ്യൂട്ടേസ്. എടാ ഇങ്ങോട്ടും മാറാൻ പാടില്ല കേട്ടോ. നേരത്തെ എന്തായിരുന്നു? ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസ് ആയിരുന്നു. അതായിരുന്നു 7th റിയാക്ഷനിൽ നമ്മൾ കണ്ടേ. 8th റിയാക്ഷനിൽ എന്താ? ഫോസ്ഫോഗ്ലിസറേറ്റ് തന്നെ, പക്ഷെ അത് മ്യൂട്ടേസ് ആണ്. അപ്പോൾ ഈ 3 ഫോസ്ഫോഗ്ലിസറേറ്റിനെ ഫോസ്ഫോഗ്ലിസറേറ്റ് മ്യൂട്ടേസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? 2 ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുക? 2 ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിടികിട്ടിയോ? യെസ്. ഇനി റിയാക്ഷൻ 9. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിനെ പറ്റി ഒന്നും പറയാനില്ലേ? ഇല്ല, കാര്യമായിട്ട് അതിനകത്തൊന്നും പറയാനില്ല. ഇറ്റ്സ് ജസ്റ്റ് ആ ഒരു റിയാക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. എക്സ്ട്രാ അവിടെ എന്തെങ്കിലും ഫോം ചെയ്യുകയോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഒന്നും അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെക്കാതിരുന്നത് കേട്ടോ. ഇനി റിയാക്ഷൻ 9 അത് മീഡിയേറ്റ് ചെയ്യുന്നത് ഇനോളേസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 ഫോസ്ഫോഗ്ലിസറേറ്റുകളുണ്ട്. ഇനോളേസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ അതിനെ ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. PEP ആയിട്ട് കൺവേർട്ട് ചെയ്യും. 2 ഫോസ്ഫോഗ്ലിസറേറ്റുകളുണ്ട്, അതിനെ നമ്മൾ ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. പിടികിട്ടിയോ? യെസ്. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഫോസ്ഫോഗ്ലിസറേറ്റ് മോളിക്യൂളുകളെയാണ് 2 ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തത് അല്ലേ? 2 മോളിക്യൂൾസ് ഓഫ് 2 ഫോസ്ഫോഗ്ലിസറേറ്റ് ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ 2 മോളിക്യൂൾസ് ഓഫ് ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ആൻഡ് ഈ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റിലെ അത് നേരത്തെ കണ്ട പോലെ ഹൈ എനർജി ബോണ്ട്സ് ഉണ്ട്. ഓക്കെ, ഇതിന് മുന്നേ അവിടുത്തെ ഹൈ എനർജി ബോണ്ടുകൾ ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെയും ഒരു ഇൻഹിബിറ്റർ ഉണ്ട്. നമ്മൾ നേരത്തെ അയഡോ അസറ്റിക് ആസിഡ് പറഞ്ഞില്ലേ, ഇല്ലേ? ICH2COH പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ഇവിടെ റിയാക്ഷൻ 9ലും ഒരു ഇൻഹിബിറ്റർ ഉണ്ട്. ഇവിടുത്തെ ഇൻഹിബിറ്ററിൻ്റെ പേരാണ് ഫ്ലൂറൈഡ്. ഫ്ലൂറൈഡ് ഇവിടുത്തെ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻസൈം സ്റ്റോപ്പ് ആവും, റിയാക്ഷൻ നിൽക്കും, ഗ്ലൈക്കോളിസിസ് നിൽക്കും. പിടികിട്ടിയോ? അപ്പോൾ ഇവിടുത്തെ 9ാമത്തെ റിയാക്ഷനിലെ ഇൻഹിബിറ്ററാണ് ഫ്ലൂറൈഡ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ 2 ഇൻഹിബിറ്ററിനെ പറ്റിയിട്ട് നമ്മളിവിടെ പഠിച്ചു. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് 10th സ്റ്റെപ്പ്, വിച്ച് ഈസ് മീഡിയേറ്റഡ് ബൈ പൈറുവേറ്റ് കൈനേസ്. പൈറുവേറ്റ് കൈനേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എൻസൈമാണ് അതിനെ മീഡിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് ഇവിടെ നമ്മൾ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എത്ര മോളിക്യൂൾസ്? 2 മോളിക്യൂൾസ്. ആൻഡ് ഇവിടെ അഗെയിൻ നോക്കുക, വീണ്ടും നമ്മൾക്ക് 2 ADPകൾ യൂസ് ചെയ്ത് 2 ATP കിട്ടുന്നുണ്ട്. അഗെയിൻ 2 ATP പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. പിടികിട്ടിയോ? അപ്പോൾ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പൈറുവേറ്റ് ആയിട്ട് മാറ്റി. അതാണ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. പിടികിട്ടിയോ? അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ADP യൂസ് ചെയ്ത് ATP ഉണ്ടാക്കി. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മൾ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റിൽ നിന്ന് ഒരു ഫോസ്ഫേറ്റിനെ ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? പൈറുവേറ്റ് കിട്ടിയത്. പിടികിട്ടിയോ? ഒരു ഫോസ്ഫേറ്റിനെ ട്രാൻസ്ഫർ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടി? നമുക്ക് പൈറുവേറ്റ് കിട്ടി. നിങ്ങളിവിടെ നോക്കിക്കോ, ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റിൽ നോക്കുക, അവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. പൈറുവേറ്റിൽ നോക്കുക, അവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല, ട്രാൻസ്ഫർ ചെയ്ത് കളഞ്ഞു ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ. അങ്ങനെയാണ് നമുക്ക് PEPയിൽ നിന്നിട്ട് പൈറുവേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിടികിട്ടിയോ? ഇതിനെയും നമ്മൾ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. പിടികിട്ടിയോ? യെസ്. ഇവിടെ വരെ ഉള്ള റിയാക്ഷൻസ് ഉണ്ടല്ലോ, ഗ്ലൈക്കോളിസിസിലെ റിയാക്ഷൻസ് എയറോബിക് ആയിട്ടുള്ള മെറ്റബോളിസത്തിലും അനേറോബിക് മെറ്റബോളിസത്തിലും ഒക്കെ സെയിം ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഡിഫറെൻ്റ് ആവും. പിടികിട്ടിയോ? എയറോബിക് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ മൈറ്റോകോൺട്രിയ ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ പൈറുവേറ്റ് പിന്നീട് സിട്രിക് ആസിഡ് സൈക്കിളിലോട്ടൊക്കെ പോകും. ആ സിട്രിക് ആസിഡ് സൈക്കിളൊക്കെ നമ്മൾ പഠിക്കും. പിടികിട്ടിയോ? അപ്പോൾ ഇതുവരെ ഉള്ളത് റിയാക്ഷൻസ് കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇതുവരെയുള്ള 10 റിയാക്ഷനുകൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, യെസ്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഓർക്കാനുള്ളതുണ്ട്, അതാണ് ഞാനിവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ TCA സൈക്കിളിലോട്ടോ അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിളിലോട്ടൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ NADP പ്ലസ്സിലെ അത് നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റും. മാലേറ്റ്, അസ്പാർട്ടേറ്റ് പോലെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് NADP പ്ലസ്സിനെ നമ്മൾക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഗ്ലിസറോ ഫോസ്ഫേറ്റ് ഷട്ടിലുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് NADP പ്ലസ്സിനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റും. ആൽഫ ഗ്ലിസറോ ഫോസ്ഫേറ്റ് ഷട്ടിൽസ്. ഇനി അനേറോബിക് കണ്ടീഷൻസ് ആണെങ്കിലും അവിടെ മൈറ്റോകോൺട്രിയ ഉണ്ടാവില്ല. പൈറുവേറ്റിനെ നമ്മൾ ലാക്ടേറ്റ് ആയിട്ടാണ് റെഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് ആ റിയാക്ഷനിൽ നമ്മൾക്ക് NADP പ്ലസ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? റീജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ NADP പ്ലസ് കൊടുത്തിട്ട് ഈ റിയാക്ഷനിൽ ഗ്ലൈക്കോളിസിസിൽ നമ്മൾ കണ്ടില്ലേ, NADP പ്ലസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ NADPH ഉണ്ടാക്കി അല്ലെങ്കിൽ NADH ഉണ്ടാക്കി, NADH പ്ലസ് H പ്ലസ് അല്ലേ? അത് നമുക്ക് തിരിച്ചിട്ടണ്ടേ? നമ്മളിവിടെ ആദ്യത്തെ ഈ പ്രിപ്പറേറ്ററി ഫേസിൽ 2 ATP യൂസ് ചെയ്തു.
എന്നിട്ട് നമുക്ക് അടുത്ത ഫേസിൽ ദാറ്റ് മീൻസ് പേ ഓഫ് ഫേസിൽ 2 ATP കിട്ടി. അപ്പോൾ കാര്യം തുല്യമായി, കൊടുത്തു, വാങ്ങിച്ചു തിരിച്ച്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ എൻറ്റയർ 10 സ്റ്റെപ്പുകളിൽ നമ്മൾ ഒരിടത്ത് കണ്ടു NAD+ യൂസ് ചെയ്തിട്ട് NADH ഉണ്ടാക്കുന്നു. ആ NAD+ നമുക്ക് തിരിച്ചു കിട്ടിയില്ലല്ലോ. അത് തിരിച്ചു കിട്ടും എപ്പോഴ്? ഈ റിയാക്ഷനൊക്കെ കഴിഞ്ഞ് എയറോബിക് ഓർ എനേറോബിക് പാത്വേയിലോട്ട് ഇത് കടക്കുമ്പോൾ. എയറോബിക് ആണെങ്കിൽ നമ്മൾ സിട്രിക് ആസിഡ് സൈക്കിളിൽ ചെല്ലുമ്പോൾ മാലേറ്റ് അല്ലെങ്കിൽ അസ്പാർട്ടേറ്റ് യൂസ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ ആൽഫ ഗ്ലിസറോഫോസ്ഫേറ്റ് ഷട്ടിൽസ് യൂസ് ചെയ്തിട്ട് തിരിച്ചു കിട്ടും. ഇനി അനേറോബിക് ആണെന്നുണ്ടെങ്കിലോ അവിടെ ഈ പൈറുവേറ്റ് ലാക്റ്റേറ്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അവിടെയും നമ്മൾക്ക് ഈ NADP+ എന്ത് കിട്ടും? റീജനറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. പിടികിട്ടിയോ? യെസ്. അത് നിങ്ങളിപ്പോൾ ടെൻഷൻ ആവണ്ട. നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാക്കി പാത്വേസാണ് പഠിക്കുക. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും കേട്ടോ. യെസ്. അപ്പോൾ അങ്ങനെ ദിസ് ഈസ് ദ എൻറ്റയർ ഐഡിയ ഓഫ് ഗ്ലൈക്കോലിസിസ്. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് ഒന്ന് ഓവറോൾ ഐഡിയ മാതിരി ഞാനിവിടെ കൊടുത്തേക്കാണ്. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടായിരുന്നു. അതിന് നമുക്ക് ആദ്യം 2 മോളിക്യൂൾസ് ഓഫ് ഗ്ലിസറാൽഡിഹൈഡ് 3-ഫോസ്ഫേറ്റ് കിട്ടി. ഓക്കെ. ആൻഡ് അതിൽ നിന്നാണ് പിന്നെ നമ്മൾ അതിനെ വീണ്ടും കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ 10 സ്റ്റെപ്പും കഴിഞ്ഞ് 2 പൈറുവേറ്റ് മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ ഈ എൻറ്റയർ ഗ്ലൈക്കോലിസിസിനെയാണ് മിസ് ഈ 2 സ്റ്റെപ്പായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഗ്ലൂക്കോസിൻ്റെ ഒപ്പം 2 ATP + 2 ഇനോർഗാനിക് ഫോസ്ഫേറ്റ് + 2 NAD+ + 2 H+ + 4 ADP ഇത്രയും യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് 2 പൈറുവേറ്റ്, 2 H+, 4 ATP, 2 മോളിക്യൂൾസ് ഓഫ് H2O, 2 NADH, 2 ADP ഇത്രയും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതറിയണ്ട, ഇതാണ് നമ്മൾ ഈ 10 സ്റ്റെപ്പുകളിൽ പഠിച്ച കാര്യം ഏറ്റവും ചുരുക്കി എഴുതിയേക്കുന്നതാണിത്. ഇനി ഞാൻ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളതിനെല്ലാം വെട്ടി കളഞ്ഞു. എന്നിട്ട് ബാക്കി സമ്മറൈസ് ചെയ്ത് വീണ്ടും റിയാക്ഷൻ എഴുതുകയാണ്. ഗ്ലൂക്കോസ് +2 PI +2 ADP +2 NAD+ നമുക്ക് എന്ത് തരും? 2 പൈറുവേറ്റ്, 2 NADH, 2 ATP, 2 H+, 2 H2O. പിടി കിട്ടിയോ? എൻറ്റയർ 10 സ്റ്റെപ്പിൽ നടന്ന ആ ഒരു ഗ്ലൈക്കോലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള റിയാക്ഷനെയാണ് ഞാനിവിടെ സിമ്പിളായിട്ട് ഈ ഇക്വേഷനകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഇനി ഈ ഗ്ലൈക്കോലിസിസിനകത്ത് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? ഗ്ലൂക്കോസിനെ നമ്മൾ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു, NAD+ നമ്മൾ NADH ആയിട്ട് കൺവേർട്ട് ചെയ്തു, ADPനെ നമ്മൾ ഫോസ്ഫോറിലേറ്റ് ചെയ്ത് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ATP ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഈ 10 സ്റ്റെപ്പുകളിൽ നമ്മൾ കണ്ട കാര്യം ഈ 3 നമുക്ക് ചുരുക്കി എഴുതാനായിട്ട് പറ്റും. റിയാക്ഷനായിട്ടും എഴുതിയിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നടക്കണു, എന്തൊക്കെ റിയാക്ഷൻസ് നടക്കണു എന്നുള്ളതും എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഇനി ഒരു സംഭവം കാണാം. ഇറ്റ്സ് എ ടേബിൾ. കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വേറെ ഒന്നുമല്ല, ഏത് റിയാക്ഷൻ അവിടെ ATP യൂസ് ചെയ്യാണോ ATP പ്രൊഡ്യൂസ് ചെയ്യണോ അതാണ് നോക്കുക. ഫസ്റ്റ് റിയാക്ഷനിലും 3rd റിയാക്ഷനിലും 7th റിയാക്ഷനിലും 10th റിയാക്ഷനിലുമാണ് ATP പരമായിട്ടുള്ള കാര്യങ്ങളുള്ളത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ATPനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ATP യൂസ് ചെയ്തു. ഇനി മൂന്നാമത്തെ റിയാക്ഷൻ ദാറ്റ് ഈസ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റും ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റും. ഈ മൂന്നാമത്തെ റിയാക്ഷൻ ആണെന്നുള്ളതാണ് നിങ്ങളോട് ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ റിയാക്ഷനിൽ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6-ബിസ്ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം അവിടെയും നമ്മൾ എത്ര ATP യൂസ് ചെയ്യുന്നുണ്ട്? 2 ATP യൂസ് ചെയ്യുന്നുണ്ട്. 7ാമത്തെ റിയാക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, 10ാമത്തെ റിയാക്ഷനിൽ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ ടോട്ടൽ ഈ ഒരു പ്രോസസ്സിൽ 10 സ്റ്റെപ്പിൽ നമ്മൾ എത്ര ATP മോളിക്യൂളുകൾ യൂസ് ചെയ്തു? 2 ATP മോളിക്യൂളുകൾ യൂസ് ചെയ്തു. ഓക്കെ. ഇനി എത്ര നേടി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ നേട്ടം തുടങ്ങുന്നത് എവിടെ മുതലാണ്? 7th റിയാക്ഷൻ മുതലാണ്. 1,3-ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ്, ഡൈഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറഞ്ഞാലും ബിസ്ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറഞ്ഞാലൊക്കെ സെയിം തന്നെ കേട്ടോ. അത് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര ATP ഉണ്ടാവുന്നുണ്ട്? 2 ATP ഉണ്ടാവുന്നുണ്ട്. ഇനി 10ാമത്തെ റിയാക്ഷനിൽ ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴും 2 ATP ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര ATP ഉണ്ടായി? പേ ഓഫ് ഫേസിൽ ലാസ്റ്റത്തെ 5 സ്റ്റെപ്പുകളിലായിട്ട് നമ്മൾക്ക് 4 ATPകൾ ഉണ്ടായി അല്ലേ? ആ 4 ATPയിൽ 2 നമ്മൾ ഉപയോഗിച്ചതാ അല്ലേ? ഉപയോഗിച്ചത് തിരിച്ചു കിട്ടിയതാണ് നമുക്ക്. നമ്മൾ ആദ്യം ഉപയോഗിക്കുക ചെയ്യുന്നത്, അത് തിരിച്ചു കിട്ടിയതാണ് നമുക്ക് അല്ലേ? അപ്പോൾ അതിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ആകെ എത്ര കിട്ടിയിട്ടുള്ളൂ? ലാഭമായിട്ട് നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളൂ? അതാണ് കേട്ടോ നെറ്റ് ഗെയിൻ എന്ന് പറയണേ. ലാഭമായിട്ട് നമുക്കിപ്പോൾ എത്ര കിട്ടിയിട്ടുള്ളൂ? 2 കിട്ടിയിട്ടുള്ളൂ. 2 നമ്മൾ മുതൽ മുടക്കിൽ ഇട്ട് കൊടുത്തതാ അല്ലേ? ബാക്കി 2 ATPs ആണ് നമ്മുടെ ലാഭം. ആണല്ലോ? ഇത്രയും ക്ലിയർ അല്ലേ? യെസ്. ഇനി ഒന്നും കൂടെ. അപ്പോൾ നമ്മൾക്ക് 4 ATP ടോട്ടൽ കിട്ടി. ഓക്കെ. അതിൽ നമ്മൾ 2 ATP യൂസ് ചെയ്തു. അപ്പോൾ 2 നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ. അതിപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. ഇനി അത് കൂടാതെ നമ്മൾക്ക് 2 NADH കിട്ടി. ഓക്കെ. ഒരു NADH എന്ന് പറഞ്ഞാൽ 3 ATPക്ക് തുല്യമാണ്. ഒരു NADH എത്ര ATPക്ക് തുല്യമാണ്? 3 ATPക്ക് തുല്യമാണ്. നമുക്ക് ഈ റിയാക്ഷനിൽ എത്ര NADH കിട്ടി? 2 NADH കിട്ടി. അപ്പോൾ അത് എത്ര ATPക്ക് തുല്യമാണ്? 6 ATPക്ക് തുല്യമാണ്. പിടി കിട്ടിയോ? അപ്പോൾ 6 ATP നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് NADHന്. 4 ATP ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ 4 ഇത് 2 മൈനസ് ചെയ്യാം, കാരണം 2 നമ്മുടെ മുതൽ മുടക്കല്ലേ. ഓക്കെ. അപ്പോൾ ബാക്കി എന്ത് വരും? 6 ATP + 2 ATP
എവിടുത്തെ 2 ATP? ഈ 4ൻ്റെ ബാക്കി 2 ഓക്കെ, അങ്ങനെയാണ് നമുക്ക് 8 ATP ഉണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ വിചാരിച്ചാൽ മതി, മുകളിലത്തെ ആ 4 ATP എന്നുള്ളത് മറന്നു കളയുക, യൂസ്ഡ് ATP മറന്നു കളയുക. അതെങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി പഠിപ്പിച്ചല്ലോ. നമ്മൾക്ക് ഈ ഒരു റിയാക്ഷന് 2 NADH കിട്ടുക, 2 NADH 6 ATPക്ക് തുല്യമാണ്. മുന്നേ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നമുക്ക് ലാഭമായിട്ട് കിട്ടിയിരിക്കുന്നത് 2 ATP ആണ്. 2 ATPയുടെ അപ്പോൾ 6 ATP പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 ATP കിട്ടും. സോ ദ നെറ്റ് ഗെയിൻ ഓഫ് ATP ഹിയർ ഇൻ ഗ്ലൈക്കോലിസിസ് 8 ATPs കേട്ടോ. 10 ATP ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അതിൽ നമ്മൾ 2 യൂസ് ചെയ്തതാണ്, മുതൽ മുടക്കിലിട്ടതാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ മൈനസ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് 8 ATP കിട്ടിയത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പം ദിസ് ഈസ് ദ എനർജി ഈൽഡ്. ആൻഡ് അങ്ങനെ ഗ്ലൈക്കോലിസിസ് അവസാനിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഗ്ലൈക്കോലിസിസിൽ പഠിക്കാൻ. സിമ്പിളാണ് അല്ലേ? സിമ്പിളാണ്, പക്ഷെ ഇതൊക്കെ ഓർത്ത് വയ്ക്കാനായിട്ട് അല്പം തന്നെ ബുദ്ധിമുട്ടാണെന്ന് വേണം പറയാനായിട്ട്. ഈ റിയാക്ഷൻസ് ഒക്കെ ഓർത്ത് വയ്ക്കുക എന്നൊക്കെ ഉള്ളത് പിന്നെ നമ്മളിങ്ങനെ പാട്ട് പോലെ പഠിച്ച് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രാക്ടോസ് 6 ഫോസ്ഫേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പാട്ട് പോലെ പഠിച്ച് ചിലപ്പോൾ നമ്മുടെ തലയിൽ നിൽക്കുമായിരിക്കും. പക്ഷെ റിയാക്ഷൻസ് എവിടെ എന്ത് വരുന്നു എന്നുള്ള റിയാക്ഷനുകൾ ഓർക്കാനാണ് അല്പം ബുദ്ധിമുട്ട്. അപ്പം അതുകൊണ്ട് റിയാക്ഷൻസിനകത്ത് റിയാക്ഷൻസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, എൻസൈംസ് ആട്ടോ. ഓക്കെ, ഐ എം സോറി. അപ്പോൾ എൻസൈംസ് ഓർക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് എൻസൈമുകൾ കാര്യമായിട്ട് ഓർക്കുക. എത്ര മോളിക്യൂൾസ്, ഞാൻ ഈ പറഞ്ഞ പോലെ എത്ര ATP, എത്ര NADPH, അത് എവിടെ ഉണ്ടായി, എപ്പോൾ ഉണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ ഓർത്ത് വയ്ക്കുക കേട്ടോ. യെസ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സിൽ അതിൽ ഈ ഗ്ലൈക്കോളിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടാം. ഓക്കെ, ഇന്നിടില്ല, ഇന്ന് ഓൾറെഡി ഞാൻ ഷോർട്സൊക്കെ സ്കെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ അടുത്ത ദിവസത്തേക്ക് ഇടാം. ഓക്കെ, യെസ്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ടായിരുന്നു. അതെന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളുടെ ചാനലിൽ ഓൾറെഡി ഈ സെറ്റിൻ്റെ സിലബസിനകത്തുള്ള കുറേ കണ്ടൻസ് നമ്മൾ ഈ സെറ്റിൻ്റെ സീരീസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തേക്കുന്ന കുറച്ച് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ആ ടോപ്പിക്സിൻ്റെ വീഡിയോസ് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോ? അത് നിങ്ങൾ മുന്നത്തെ വീഡിയോസ് കണ്ടോളൂ. നിങ്ങളാലോചിക്കും ഞങ്ങൾ എവിടെ പോയി തപ്പിയെടുക്കാനാണ്. അപ്പം ഞാനത് കൃത്യമായിട്ട് ഇത് സെറ്റിൻ്റെ ടോപ്പിക്കാണ്, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ടാബ് ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ ടാബിൽ അപ്ലോഡ് ചെയ്ത് ഇടാം. ഇന്നതൊക്കെ സെറ്റിന് പഠിക്കാനുള്ളവർ പഠിക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇടാം. അപ്പോൾ നിങ്ങളത് കണ്ടോളൂ. അത് ഞാൻ ഇതുപോലെ തന്നെ സെറ്റ് സീരീസിൻ്റെ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യണോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ പ്ലേ ലിസ്റ്റിൽ അതിനെ പിടിച്ച് ആഡ് ചെയ്യേണ്ടി വരും. നമ്മുടെ സെറ്റിൻ്റെ പ്ലേലിസ്റ്റിനകത്തോട്ട് അത് ആഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഐദർ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ആയിട്ട് അത് ഇടാം, അല്ലെങ്കിൽ സെറ്റിൻ്റെ ആ പ്ലേലിസ്റ്റിലോട്ട് ഞാൻ ആഡ് ചെയ്ത് തരാം. അപ്പോൾ അങ്ങനെ കുറച്ച് ടോപ്പിക്സ് നമ്മൾ അങ്ങനെ കവർ ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. യെസ്. പിന്നെ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ സെറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് PYQ നമ്മൾ ആൻസർ ചെയ്യുന്നതിനകത്ത് ഒരുപാട് ആളുകൾ ഇൻവോൾവ് ആവുന്നുണ്ട്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ ജനറൽ പേപ്പറും കൂടെ ചെയ്യാമോ എന്ന് കുറച്ച് പേര് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോങ് വീഡിയോ എനിക്ക് ജനറൽ പേപ്പർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ എനിക്ക് അങ്ങനെയുള്ളൊരു തോട്ടിലോട്ട് ഞാൻ വന്നിട്ടില്ല. ഷോർട്സ് ചെയ്താലോ എന്നെനിക്കുണ്ട്. ജനറൽ പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഇതുപോലെ 3 ഷോർട്സ് എല്ലാ ദിവസവും, 3 ഷോർട്സിലല്ല 3 ക്വസ്റ്റ്യൻസ് നമ്മൾ എല്ലാ ദിവസവും ഷോർട്സിൽ കൂടെ പഠിക്കുന്ന പോലെ തന്നെ ജനറൽ പേപ്പറിൻ്റെ ഷോർട്സ് പോലെ ക്വസ്റ്റ്യൻസ് പഠിച്ചാലോ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലോ, നമ്മൾ സെറ്റിൻ്റെ ഷോർട്സ് ചെയ്യുന്ന പോലെ തന്നെ, ഓക്കെ, 3 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ തന്നെ ചെയ്താലോ എന്നൊരു ഐഡിയ എനിക്കുണ്ട്. അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ അറിയിക്കുക. ആൻഡ് അതുപോലെ നമുക്ക് ചെയ്യാം. യെസ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. കുറേ വർത്തമാനം പറഞ്ഞിട്ടില്ല. ലെങ്തി വീഡിയോ ഓൾറെഡി എനിക്ക് ഒന്ന് 35-36 മിനിറ്റ്സ് ക്ലാസ് തന്നെ ഉണ്ട്. പിന്നെ കത്തി വെച്ചത് ഒരു 2 മിനിറ്റ്സ് കൂടെ വന്നിട്ട് ഇപ്പോൾ ഒരു 40 മിനിറ്റ്സിന് അടുത്തായിട്ടുണ്ട്. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ആൻഡ് യൂഷ്വലി പറയുന്ന പോലെ ഐ ഹോപ്പ് ദാറ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി, പഠിക്കാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റി എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ഒരു തോട്ട്. നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് മോർ ഓവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലുള്ളവർക്ക് ഷെയർ ചെയ്യുക. എടാ, നിങ്ങളുടെ കൂട്ടത്തിൽ സെറ്റ് പഠിക്കുന്നവരുണ്ടായിരിക്കും. മേ ബി നമ്മുടെ ചാനൽ അത്ര അങ്ങോട്ടൊരു പോപ്പുലർ അല്ല, ഒട്ടും പോപ്പുലർ അല്ല, വളർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ടിട്ട് കുറേ നാളായി. ഐ ടുക്ക് എ ലോങ് ബ്രേക്ക്. എന്നിട്ട് പിന്നെ ഇടയ്ക്ക് എനിക്കിങ്ങനെ മോട്ടിവേഷൻ വരുമ്പോഴത്തേക്കുമാണ് ഞാനിത് ചെയ്യുന്നതൊക്കെ. ആൻഡ് ന്യൂ പീപ്പിൾ ആർ മോട്ടിവേറ്റിംഗ് മീ. കുറേ ആളുകളുണ്ട് കേട്ടോ, സീരിയസ്ലി വീഡിയോ കാണുകയും അങ്ങനെ ഞങ്ങൾ പേഴ്സണലി സംസാരിക്കുമ്പോൾ ഒക്കെ എനിക്ക് കുറേ ആളുകൾ ഇങ്ങനെ വീഡിയോസ് ഇനീഷ്യേറ്റ് എടുത്ത് നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് മോട്ടിവേറ്റഡ് ആയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്രയും വീഡിയോസൊക്കെ ഇടുന്നത് ദാറ്റ്സ് അപൂർവം. എൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇട്ടു, പിന്നെ ഒരു വലിയ ബ്രേക്ക്, പിന്നെ വീണ്ടും ഇടയ്ക്ക് വന്നിടും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഒക്കെ ഈ സെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ
ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടി തരണം കേട്ടോ. നിങ്ങൾക്ക് അത് വേണോ ഇത് വേണോ എന്നൊക്കെ ഞാൻ ചോദിച്ചില്ലേ, അപ്പോൾ അതിനൊക്കെയുള്ള മറുപടി ആൻസറൊക്കെ എനിക്ക് തരുക. അപ്പോൾ എന്നാലാണ് എനിക്ക് അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. 2 കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജനറൽ പേപ്പറിൻ്റെ ഷോർട്സ് വേണോ, രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ലൈക്ക് നമ്മുടെ സെറ്റിൻ്റെ ടോപ്പിക്സ് മറ്റതൊക്കെ നമ്മൾ ചെയ്തത് പ്ലേലിസ്റ്റിൽ വേണോ അതോ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് തരണോ എന്നൊക്കെയുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ആൻസർ ചെയ്യാം കേട്ടോ. യെസ്, അപ്പോൾ അത്രയൊക്കെയാണ്. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐ ഡിയും സോഷ്യൽ മീഡിയ ഐ ഡീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. ആൻഡ് ദാറ്റ് ഇസ് ഇറ്റ്. നമുക്ക് മെല്ലെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ ടുഡേ. അടുത്ത വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു.